വർഷം 8 വർഷം ഉള്ള ഒരു സ്വപ്നമാണ് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അത് അൽഹംദുലില്ലാ ഈ ഇയറിലാണ് വീണ്ടും +2 കഴിഞ്ഞിട്ട് പിന്നെയും പഠിക്കാനൊരു അവസരം ഇപ്പൊ ഈ വർഷമാണ് അത് കിട്ടിയിട്ടുള്ളത്. അൽഹംദുലില്ലാ എല്ലാം കൊണ്ടും. പിന്നെ സെൽഫ് കെയർ ചെയ്യാനും സെൽഫിനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയത് ആദ്യമായിട്ട് അതിനെ പറ്റിയിട്ട് അറിയാൻ തുടങ്ങിയത് അതൊക്കെ ഈ വർഷത്തിലാണ്. ജീവിതത്തിൽ തന്നെ ഏറ്റവും ബ്ലെസ്ഡ് ഇയർ ആണ് 2025. ഗ്രേറ്റ്, മാഷാ അല്ലാ. ഇനിയും 2026 അതിലേറെ വെളിച്ചത്തോടെ മുന്നോട്ടേക്ക് പോകട്ടെ. നെക്സ്റ്റ് സംശിത. ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇവിടെ എത്താൻ പറ്റിയതാണ് 2026 എനിക്ക് ഏറ്റവും കിട്ടിയ ബ്ലെസ്സിങ്. എനിക്ക് ആരോഗ്യമുണ്ട്, വെൽത്തുണ്ട്, എല്ലാം കൊണ്ടും എനിക്ക് ഇവിടെ ഇപ്പൊ ഈ ഇരിക്കുന്ന ഈ ക്യാമറക്ക് മുന്നിൽ ഇരിക്കാൻ പറ്റിയതാണ്, ബുഷ്ര മാമിന്റെ കൂടെ നിൽക്കാൻ പറ്റിയതാണ് എനിക്ക് ഏറ്റവും കിട്ടിയ വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. എനിക്ക് വേറെ ഒന്നുമല്ല. എനിക്ക് ഒരുപാട് ഇപ്പം നമ്മൾ പഠിച്ചോ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോ അതൊക്കെ തരണം ചെയ്ത് തന്നിട്ടുണ്ട് ഇതിനു മുന്നൊക്കെ. പക്ഷെ ഏറ്റവും കൂടുതൽ ബ്ലെസ്സിങ് എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും ക്ലാരിറ്റി കോച്ചിന്റെ കീഴിൽ ബുഷ്ര മാമിന്റെ കൂടെ CC പാർട്ടിസിപ്പൻസിൽ എനിക്ക് നിൽക്കാൻ പറ്റി. എനിക്ക് പഴയ എന്നെ എനിക്ക് തിരിച്ചു കിട്ടി. മുഖത്ത് ഇതുപോലെ ഒരു ചിരി തന്നിട്ട് ഈ ക്യാമറക്ക് മുന്നിൽ എന്നല്ല ഒത്തിരി പേരുടെ മുന്നിൽ ഇതുപോലെ ചിരി മായാതെ എന്നെ കൊണ്ടു നിർത്തി എന്നതിലുപരി വേറെ ഒന്നും എനിക്ക് എന്റെ മനസ്സിൽ ഒന്നുമല്ല. ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇന്നലെ ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് കിട്ടിയത് എനിക്ക് ഇങ്ങനെ ഈ ക്യാമറക്ക് മുന്നിൽ ഇരിക്കാൻ പറ്റിയതാണ്. ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക്. എനിക്ക് വേറെ എന്താ ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്, എന്നാലും കൂടിയിട്ട് ഇതാണ് എനിക്ക് ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. ഹൃദയത്തിലേക്ക് ചേർത്ത് വച്ചിരിക്കുന്നു. ഒത്തിരി സന്തോഷം. നെക്സ്റ്റ് മനാൽ മാം. ഹായ് മാം, അസ്സലാമലൈക്കും. ഹാപ്പി ന്യൂ ഇയർ. ശംഷിത പറഞ്ഞ പോലെ അറിയാതെ വന്ന് പെട്ടതാണ് സിസിയില്. ഏതോ ഒരു ഫ്രണ്ട് വഴി 5am ക്ലബിൽ വന്നു. മാം അടക്കം മെസ്സേജ് അയച്ചിട്ടും പലപ്പോഴും അതിൽ നിന്ന് ഇങ്ങനെ പിന്നോട്ട് വലിക്കുന്ന എന്തൊക്കെയോ ഉണ്ടെങ്കിലും അൽഹംദുലില്ലാ ഈ ഒരു ഇതിലേക്ക് വന്നതിന്റെ പേരില് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോ ചിരിക്കുന്ന ഒരു മുഖമായിരുന്നു എന്നുള്ളത് ശരിയാ. പക്ഷെ ക്ലിയർ ആയിട്ട് മനസ്സ് തുറന്ന് ചിരിക്കുന്ന ആ ഒരു മുഖം കിട്ടിയത് അതുപോലെ എനിക്ക് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയിരുന്ന പല കാര്യങ്ങളുണ്ടായിരുന്നു. എന്റേതായ കുറെ കാര്യങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് ഈ ക്ലാരിറ്റി കൂടി നിന്നാണ് തിരിച്ച് ഞാൻ എന്താണ് അല്ലെങ്കിൽ എൻ്റെ ഒരു വേ എന്താണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായത് മാമിന്റെ അടുത്ത് വന്നപ്പോഴാണ്. അത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കുറെ കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ ചെയ്യുന്നതിലും ഒരു ഒരു സങ്കടം എവിടെയൊക്കെയോ ഉള്ളിലുണ്ടായിരുന്നു. ഒരു പെർഫെക്ഷൻ ഇല്ല, അതെനിക്കും പലപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ ക്ലിയർ ആയിട്ട് അതിനൊരു മാറ്റം വന്നു. അൽഹംദുലില്ലാ അത് എനിക്ക് ഇവിടെ വന്നപ്പോ കിട്ടിയതാ. അത് എനിക്ക് ആരോടാണെങ്കിലും എനിക്കത് പറയാനൊരു വിഷമമില്ല. അതായത് കുറെ കാര്യങ്ങളിൽ മാറ്റം വന്നു. എന്റെ ചിന്തകളിലെ കുറെ മാറ്റം വരുത്തണം. എവിടെ മാറ്റം വരുത്തണം, ഞാൻ എവിടെയാണ്, അതായത് ഒരു കല്ല് കൊത്തിയൊരു ശില്പാക്കുന്ന പോലെ ഏത് ഭാഗമാണ് ക്ലിയർ ആക്കണ്ടേ, അതൊരു ഭംഗിയുള്ളൊരു സംഭവമായി മാറണം, എവിടെ കളയണം, എന്ത് ചെയ്യണം എന്നുള്ളതിനൊരു ക്ലിയർ ആയിട്ടൊരു ക്ലാരിറ്റി കിട്ടിയത് മാമിന്റെ അടുത്ത് വന്നപ്പോഴാണ്. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇന്നലെ ഞാൻ ആലോചിച്ചപ്പോ കുറെ കാര്യങ്ങൾ അതുകൊണ്ട് കിട്ടി. ഇപ്പോ ഏറ്റവും ലാസ്റ്റ് MA സൈക്കോളജിക്ക് വരെ ഞാനിപ്പോ അഡ്മിഷൻ എടുത്തു. അതും മാമിന്റെ അടുത്ത് കുറെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ചോദിച്ചു അതും അഡ്മിഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിന്റെ ബാക്കി പ്രൊസീജിയറിലൊക്കെയാണ് ഞാൻ പോകുന്നുണ്ട്. അപ്പോ എന്റേതായ ഒരു വേ എവിടെയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇതുപോലെ സംസാരിക്കാനുള്ള ഒരിടം അതും മാം തന്നു. സ്കൂളിലോ കോളേജിലോ ഒക്കെ എന്താ പറയാ പ്രസംഗത്തിന് അന്ന് സമ്മാനം കിട്ടി. പിന്നെ അതിനെ അടച്ചുപൂട്ടി ഇങ്ങനെ വെച്ചേക്കായിരുന്നു. പിന്നെ ഞാൻ ഒരു സ്ഥലത്ത് പോലെ സംസാരിച്ചിട്ടില്ല, ഒരു സ്ഥലത്തും ഒരു ഗ്രൂപ്പിലും ഞാൻ സംസാരിച്ചിട്ടില്ല. വോയിസേ ഇടൂലായിരുന്നു, ഫുൾ ടൈപ്പിംഗ് മെസ്സേജ് മാത്രമായിരുന്നു. അവിടെ നിന്നും മാറി ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു വേദി കിട്ടിയത് ഈ ഒരു ഇതിൽ വന്നതിന് ശേഷം. മാമിന്റെ അടുത്ത് ബാക്കിയുള്ള എന്താ പറയാ മെന്റേഴ്സിന്റെ അടുത്ത് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതില് എനിക്ക് എന്നെ തന്നെ ഒന്ന് മാറ്റാൻ കഴിഞ്ഞതില് ഒരുപാട് സന്തോഷം. അൽഹംദുലില്ലാ മാം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഇനിയും ഈ ഒരു വർഷം 2026 അവസാനത്തില് ഒരു സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു മൈൻഡ് കോച്ചാണ് എന്നുള്ള മോഡല് അറിയപ്പെടാൻ സാധിക്കട്ടെ. ഒരുപാട് ആളുകളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു പുതിയ വർഷമായിട്ട് ഈ ഒരു വർഷം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
നെക്സ്റ്റ് ആരാണ് പറയുന്നേ? അതിലാ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലാരിനെസ്സിൽ വന്ന് ഒരുപാട് മാറി. പിന്നെ 2025 വലിയ ആഗ്രഹമൊക്കെ സാധിച്ച വർഷമായിരുന്നു. ഒരു വണ്ടി വാങ്ങിച്ച സ്വന്തമായിട്ട്. പിന്നെ ഒരു ജോബ്, ഇഷ്ടപ്പെട്ട ജോബ് കിട്ടി. ഒരുപാട് ജോബ് ഉണ്ടായി ഓഫീസ് വർക്കൊക്കെ ആയിട്ട്. അത് മാറി ടീച്ചറിലേക്ക് മാറാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരായിട്ട് ഇപ്പൊ കറക്റ്റ് ഉണ്ടെങ്കിൽ എത്താൻ പറ്റി. അതിലയുടെ ഒക്കെ ഫാമിലിയിൽ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ സമയത്താണ് നമ്മൾ സി സിയിലേക്ക് എത്തുന്നത് എന്ന് സന്തോഷത്തോടെ അവരുടെ കൂടെ ഇന്ന് അതില നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗമാവാൻ സി സിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ സന്തോഷത്തോടു കൂടെ അതിൽ കഴിഞ്ഞ ദിവസം ആ ഒരു ഹാപ്പി ന്യൂസ് അറിയിച്ചപ്പം ഒരുപാട് സന്തോഷമായി. കാരണം പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ഈ പ്രശ്നങ്ങളിൽ പെട്ടിട്ട് ഇങ്ങനെ ഇടങ്ങാറായിട്ട് ജീവിച്ചു പോവാണ് പലരും അല്ലെ. അതിൽ നിന്ന് മുക്തമാവാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ട് അതിങ്ങനെ പിടിച്ചിട്ട് അതിൽ കയറിയിട്ട് വന്ന് അതൊന്ന് രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അപ്പൊ അത് അനുഭവിച്ച് ഇന്നലെ നമ്മുടെ പുതിയ ബാച്ചിലെ പാർട്ടിസിപ്പന്റ് ആണ് അതില. അപ്പൊ കഴിഞ്ഞ ദിവസം അവളുടെ വീട്ടിൽ പോയിട്ടുള്ള ഒരു സന്തോഷം അറിയിച്ചപ്പം ഒത്തിരി സമാധാനമായി. അവളും തന്നെ പറഞ്ഞു 2025 കഴിയുമ്പോൾ അതൊന്നൊന്ന് മുക്തമാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അത് സാധിച്ചതിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിന് ചെറിയൊരു പങ്കെങ്കിലും വഹിക്കാൻ പറ്റിയില്ല. അൽഹംദുലില്ലാ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് സെലീനക്ക് ഒരുപാട് സന്തോഷങ്ങളുള്ള വർഷമാണ്. സെലീന, ഹാപ്പി മോർണിംഗ്. ഹാപ്പി മോർണിംഗ്. ഹാപ്പി ന്യൂ ഇയർ. സത്യമായിട്ടും ഞാൻ കുറെ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് എന്താ പറയാ സന്തോഷങ്ങളും സങ്കടങ്ങളും ഓർമ്മകളും കുറെ തന്നൊരു വർഷമാണിത് ഈ കഴിഞ്ഞ 2025 എന്നുള്ളത്. എന്റെ ജീവിതത്തില് ഒരു നാഴികക്കല്ല് അറിഞ്ഞ പോലെ ഉള്ളൊരു വർഷമാണ് 2025. എനിക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള നമ്മൾ കുറെ കാലമായിട്ട് ഇങ്ങനെ എടുത്തു വെക്കണം, അത് എവിടുന്ന എങ്ങനെ എന്നുള്ളതൊക്കെ ഒരു ക്ലാരിറ്റി വന്ന് ഒരു ലക്ഷ്യം ഉണ്ടാക്കാൻ പറ്റി. പിന്നെ അതേപോലെ തന്നെ ഞാൻ കുറെ എഴുതിയിട്ടുണ്ട്. എനിക്ക് കുറെ അൽഹംദുലില്ലാഹ് ഒന്നാമത്തെ തന്നെ യാത്ര, ഞാനൊന്ന് ഒറ്റയ്ക്ക് എവിടേക്ക് യാത്ര ചെയ്യാത്ത ഒരാളായിരുന്നു. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക്, അത് ട്രെയിനിലൊന്ന് കേറാൻ തന്നെ എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് ട്രെയിനിൽ എവിടെ വേണമെങ്കിലും പോയി വരാനോ, ട്രെയിനിൽ നിന്നല്ല എവിടെ ഏത് ബസ്സാലും എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റി. പിന്നെ അതെന്നെയൊരു വലിയൊരു അർച്ചനോട് പറഞ്ഞാൽ തീരാത്ത അത്ര. പിന്നെ ഒരു പുതിയ ലൈഫ്, പിന്നെ ഓരോ വ്യക്തികള് നമ്മളാരൊക്കെ സപ്പോർട്ട് ചെയ്യണ്, നമുക്ക് ആരൊക്കെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെ, അങ്ങനത്തെവരൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ അതിന് അൽഹംദുലില്ലാഹ്. ഇപ്പൊ കുറെ ഫ്രണ്ട്സുകളുണ്ട്. ഞാൻ അധികം സംസാരിക്കാത്ത ആളായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ചെറുതായപ്പോ എല്ലാവർക്കും ഇന്ന മതി അൽഹംദുലില്ലാഹ്. അത് ഇങ്ങനെ കേൾക്കുമ്പോ തന്നെ സെലി എന്ത് വരാത്തത്, അന്നെ കാണാതിരിക്കാൻ വയ്യട്ടാ, അങ്ങനെ വരെ പറയുന്ന സ്റ്റേജ് എത്തി. അതൊക്കെ ഒരു വലിയ സന്തോഷമാണ്. ഇന്നൊന്നാമത് ജോബ് കിട്ടിയത് തന്നെ നമ്മൾ ചെറിയ സാലറി ആയാലും അതിൽ അൽഹംദുലില്ലാഹ് ഇത് ജോബായി നമ്മളെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു വഴിയാണല്ലോ എന്നുള്ളൊരു ഇതില് ആ ജോബിൽ ഇങ്ങനെ പോകുമ്പോഴും അൽഹംദുലില്ലാഹ്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഹെൽത്ത് ആയാലും അതിലൊക്കെ നമുക്ക് കുറെ നമ്മളെ തന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ പഠിച്ച് അതൊക്കെ കുറെ ഒരു മാറ്റാണ്. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും അതേപോലെ ഇതിന് പുതിയ വർഷം എല്ലാവർക്കും നല്ലതാവട്ടെ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. സന്തോഷം മനസ്സ് നിറഞ്ഞ് തുളുമ്പയാണ് സെലീനന്റെ. അറിയാം, അതുകൊണ്ടായിട്ട് ഞാൻ നിർത്തിയത്. കാരണം അത്രമാത്രം ഹാപ്പിനെസ് അവളുടെ ലൈഫിലേക്ക് എത്തിയിട്ടുള്ള ഒരു വർഷമാണ്. കാരണം എന്നെ ഫസ്റ്റിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് മാം ഞാൻ ആരോട് സംസാരിക്കില്ല, എനിക്ക് ഞാനൊരു വർക്കിന് പോകുന്നുണ്ട് മാം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അന്ന് ജസ്റ്റ് ഒരു പ്രാക്ടീസ് ബേസിൽ പോവാണ് വർക്കിന്. അവിടെ പോയി കഴിഞ്ഞാൽ അവരൊക്കെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ്, ഞാൻ അതിൽ മുതിർന്നതാണ്, അവർക്കൊക്കെ എന്നോട് മിങ്കിൾ ചെയ്യാൻ ഭയങ്കര പ്രയാസം, എനിക്കൊരു കമ്പനി ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരാള് ഇന്ന് അവളെ മതി അവർക്കൊക്കെ എന്നുള്ള മോഡിലേക്ക് മാറ്റം വന്നത് സെലീനയുടെ ലൈഫിൽ വരുത്തിയ മാറ്റം കൊണ്ട് മാത്രമാണ്. ഓക്കെ,
അപ്പം ഇൻഷാല്ല സെലീനയുടെ ഹസ്ബൻഡും തന്നെ അതിനൊരു സർട്ടിഫിക്കറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. കാരണം സെലീന അത്രയും മാറി എന്നുള്ള രീതിയിലേക്ക് വന്ന് ഹസ്ബൻഡ് വഴിയാണ് സെലീന നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത്. ഹീസ് മൈ ഫ്രണ്ട്. അപ്പം ആള് പറഞ്ഞു അവൾ ഇത്രയും മാറി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമായിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഇതുപോലെ നമ്മുടെ ഒരിക്കലും വിടരുതിട്ടത് കയ്യിൽ മുറുക്കി പിടിച്ചോന്ന് പറഞ്ഞ എപ്പോഴും പറയും. ഇവർക്ക് കൊറേ പോസിറ്റീവ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. എന്തെങ്കിലും പറയുമ്പോ അതങ്ങനെയല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല കേട്ടാ, ഇങ്ങനെ ചിന്തിക്കണം കേട്ടോ. അപ്പൊ എന്തെങ്കിലും പറയുമ്പോ മൂപ്പരെ തോട്ട്സ് മാറ്റി കൊടുക്കും. നമ്മൾ ഓൾറെഡി നമുക്ക് നെഗറ്റീവ് വരുമ്പോ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ. അപ്പൊ എനിക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയാം, നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, അങ്ങനെ ചിന്തിച്ച ഇങ്ങനെ സംഭവിക്കുക, നിങ്ങൾ ഇങ്ങനെ തിരിച്ച് ചിന്തിക്ക്, അങ്ങനെ ഓരോ കാര്യಕ್ಕೆ അങ്ങനെ പറഞ്ഞെടുക്കാൻ പറ്റും. അതൊക്കെ വലിയ ബ്ലെസ്സിംഗ് ആണ്. ഇത് അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേജ് ഉണ്ട്. നമ്മളെ മാറ്റം ഹസ്ബൻഡിന് പ്രൂവൺ ആവണം, അപ്പോഴുള്ളൂ ആളെ അംഗീകരിക്കുക അല്ലെ. ആദ്യം പോയിട്ട് പറഞ്ഞ ഓൺലി ഉപദേശകയായിട്ട് മാറും. അതുകൊണ്ട് മാറ്റങ്ങൾ നമ്മളിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ അവര് നമ്മളെ അംഗീകരിച്ചു തുടങ്ങും. ആ മോഡിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഇനി ആരാണ്? ബൽക്കീസിന് ഒരുപാട് നേട്ടങ്ങളുള്ള സമയമാണ്. മൈക്ക് ഓൺ ചെയ്ത പ്രശ്നം. ഓക്കെ, അസ്സലാമു അലൈക്കും. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കാണ്. ആരോഗ്യം, ആഫിയത്തും അതേപോലെ ദീർഘായുസൊക്കെ ഉള്ള, സമ്പൽ സമൃദ്ധിയൊക്കെ ഉള്ള നല്ലൊരു പുതുവർഷം എല്ലാവർക്കും ആശംസിക്കാണ്. ഇപ്പോൾ ഇന്നൊരു ഡേ, കുറേ ദിവസമായി 5am ക്ലബിൽ ജോയിൻ ചെയ്തിട്ട് കുറച്ച് അറിയാലോ, ചുമച്ച് ഇപ്പോഴും വയ്യാന്നിരുന്നാലും ഈ ഒരു ദിവസത്തിന്റെ ഒരു എന്താ പറയാ പ്രത്യേകത കണക്കിലെടുത്തിട്ട് എഴുന്നേറ്റ് വന്നിരുന്നതാണ്, ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ട്. പക്ഷെ അൽഹംദുലില്ലാ ഇപ്പൊ ഈ സമയം ഇരിക്കുന്നത് കൊണ്ടും എന്താ പറയാ നിങ്ങളൊക്കെ മുന്നിൽ ഇരുന്നിട്ട് സംസാരിക്കാൻ പറ്റുന്നത് കൊണ്ടൊക്കെ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പൊ മണാൽ മാമിനെ എന്നും വിളിക്കും 5am ക്ലബില്. ഇന്നാണ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മണാൽ മാമിന് കൊടുത്തിട്ടുള്ളത്. താങ്ക് യു. കാരണം ഞാൻ അപ്പോഴാണ് എഴുന്നേറ്റ് ഈ ഒരു ക്ലബിൽ ജോയിൻ ആയത്. അപ്പോൾ ഈ ഒരു വർഷം അൽഹംദുലില്ലാ ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ പേഴ്സണലി ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോയിട്ടുള്ള ഒരു വർഷമാണ് ഈ ഒരു വർഷം. അതുപോലെ നേട്ടങ്ങളുടെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി, അതുപോലെ തന്നെ നമ്മുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിപ്പോ ഈ ഒരു ക്ലബിൽ ജോയിൻ ചെയ്യാൻ കാരണക്കാരി സൂറത്ത, താങ്ക് യു സോ മച്ച്. ഈ ഒരു അവസരത്തിൽ എപ്പോഴും ഞാൻ ഓർക്കാണ്. അതിലുപരി മുബഷിറ മാം, നംസിറ മാം, എല്ലാവരെയും ഈ ഒരു സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക് യു സോ മച്ച്. കാരണം സെൽഫ് റെസ്പെക്ട്, സെൽഫ് ലവ് എന്നൊക്കെ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ അത് നമ്മൾ മാറ്റി ചിന്തിക്കാൻ, ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ എടുക്കുകയാണെങ്കിൽ 2024 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സത്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾക്കൊന്നും ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ക്ഷമിക്കാനായിട്ടും നമ്മളെ ഫോർഗീവ് ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് ഇതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഒന്നും എഴുതിയിരുന്നില്ല. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുപാട് ചേഞ്ചസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സ്വയം ക്ഷമിക്കാനും മക്കളോടായാലും ഫാമിലിയിലായാലും ഒക്കെ അൽഹംദുലില്ലാ ഒരുപാട് ബെനിഫിറ്റ് തന്നെയാണ് ഈ ഒരു വർഷം ഉണ്ടായിട്ടുള്ളത്. അതിലുപരി നമ്മളുടെ ആ ലക്ഷ്യത്തിലേക്ക്, നമ്മുടെ ഒരു ലക്ഷ്യബോധം എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവുമല്ലോ, ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചത് ഈ ഒരു വർഷം എനിക്കൊരു ടൂർ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചു. ഇപ്പോഴും ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഗോൾ സെറ്റിങ്സ് ഒക്കെ ഇവിടുന്നാണ്, ഈ ഒരു 5am ക്ലബിൽ. അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രചോദനം നമ്മളാ ഉറങ്ങിക്കിടക്കുന്ന നമ്മളുടെ ഉള്ളിനെ തട്ടി ഉണർത്തി നമ്മളാ ഒരു വൈബിലേക്ക് കൊണ്ടെത്തിച്ചത് തീർച്ചയായിട്ടും മുബഷിറ മാമാണ്. താങ്ക് യു സോ മച്ച്. മക്കളൊക്കെ ചെറിയ മക്കളാവുമ്പോൾ എങ്ങനെ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരുപാട് ചിന്തകളിൽ കിടന്നിട്ട് നമ്മളിങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ അതിൽ നിന്നെല്ലാം അതൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ നമ്മൾക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ട്, അതിലേക്ക് നമ്മൾ എത്തിച്ചേരണം എന്നുള്ള ആ ഒരു ചിന്ത, അത് തീർച്ചയായിട്ടും ഈ ഒരു 5am ക്ലബിൽ നിന്നാണ് കിട്ടിയത്. അപ്പോ താങ്ക് യു സോ മച്ച്. ഒരുപാട് താങ്ക്സ് എല്ലാവരോടും.
ബൽക്കിസ് മൈക്രോഫോൺ വാക്കുണ്ടാവും അല്ലെ? കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെ വെച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. അതൊക്കെ ഇങ്ങനെ കിട്ടുന്ന ഓരോരുത്തരുടെ വാക്കുകളിൽ നിന്നും കിട്ടുന്ന ചില വേർഡുകൾ ഇതിങ്ങനെ പെറുക്കിയെടുക്കുക. എക്സ്പീരിയൻസിൽ നിന്നാണ് അവരൊക്കെ പറയുന്നത്. അപ്പം 3 മക്കളുണ്ട്. അവരെയും വെച്ചിട്ട് ഇന്ന് അവള് ഒരു പ്ലാറ്റ്ഫോം ടൂറ് ട്രാവൽസിന്റെ ഒരു പാക്കേജ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലേഡീസിനെയും ഫാമിലീസിനെയൊക്കെ ഒരുമിച്ച് ടൂറൊക്കെ കൊണ്ടുപോകുന്നത്. അതിന്റെ ബേസിൽ തന്നെ നമ്മളുമായിട്ട് ടൈപ്പ് ചെയ്തതാ ഈ വർഷം ഒരു ലക്ഷദ്വീപ് പാക്കേജ് നമ്മൾ അനൗൺസ് ചെയ്യാൻ പോവാണ്. അത് ഈ ഒരു വേളയിൽ തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. ആരെങ്കിലും ലക്ഷദ്വീപ് ഒക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാൻസ് നമുക്ക് ക്ലാരനസ്റ്റും ബൽക്കീസിന്റെ അൽമാസ് ട്രാവൽസും കൂടെ കൂടിയിട്ട് ഈ വർഷം പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആർക്കെങ്കിലും ഒരു ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ക്യാഷൊക്കെ ഇങ്ങനെ മെല്ലെ ഒരു കൂട്ടി നിങ്ങൾക്ക് സെറ്റാക്കി വെക്കാം. പടച്ചവന്റെ ദുനിയാവിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതൊക്കെ കാണാൻ വരും വർഷങ്ങളിൽ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് കൂടെ ഈ ഒരു വേളയിൽ നിങ്ങളുടെ വിഷനിലും നിങ്ങളുടെ ഗോളിലൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഓരോ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാനുള്ള ഗോൾസുകളൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. അതൊക്കെ കവർ ചെയ്യണം, അതൊക്കെ കാണണം, എന്നിട്ട് വേണം നമ്മൾ ഇവിടുന്ന് പോകാൻ അല്ലേ. കാണാതെ നമ്മൾ പോകുമ്പോൾ എത്ര ഭംഗിയുള്ള സ്ഥലങ്ങളാണ്, അതൊക്കെ കാണാതെ നമ്മൾ പോകുമ്പോൾ ഭയങ്കര നഷ്ടമാണ്. അതൊക്കെ കാണാനുള്ള ഒരു അവസരം കൂടെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വർഷം നിങ്ങൾ അതിനുള്ള ഒരു ഗോൾ കൂടെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. യാത്ര നിങ്ങളുടെ ഒരു ഗോളിൽ ഒരു ഗോളായിരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ സമ്പത്ത്, നിങ്ങൾക്ക് ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇത്ര രൂപ ഏൺ ചെയ്യുന്ന രൂപത്തിലേക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റിന് നിങ്ങൾ ബിൽഡ് ചെയ്യുക. അതിന് നിങ്ങൾ എന്തെങ്കിലും തുടങ്ങാത്തവരാണെങ്കിൽ തുടങ്ങാനുള്ള ഒരു പ്രേരണ, അതിലേക്കുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഈ ഒരു വർഷത്തിൽ നിങ്ങളുടെ ഗോളിൽ ഉണ്ടായിരിക്കണം. പുതിയ കാര്യങ്ങൾ പഠിക്കാനോ പുതിയ കാര്യങ്ങൾ ചെയ്യാനോ ഒരു ജോലി സ്റ്റാർട്ട് ചെയ്യാനോ ചെറിയ രൂപത്തിലെങ്കിലും ഒരു വരുമാനം സ്വന്തമായിട്ട് കയ്യിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ഗോൾ കൂടെ നിങ്ങൾ ഈ ഒരു വർഷത്തിൽ സെറ്റ് ചെയ്ത് വെക്കുക. അത് ഇന്ന് തന്നെ നിങ്ങൾ എഴുതി വെക്കുക എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളത്. വെൽത്ത് മസ്റ്റ് ആണ്. നമുക്കറിയാം, നമുക്ക് ഒരാൾ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു പൈസ എടുത്തു കൊടുക്കണം എന്നുണ്ടെങ്കിൽ, സഹായമായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പോലും കെട്ടിയവന്റെ പോക്കറ്റിൽ കൈയിട്ടെടുക്കണേനേക്കാളും നല്ലത് അവനാന്റെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരാളോട് ചോദിക്കാതെ നമുക്ക് സന്തോഷത്തോടെ അതിൽ നിന്നൊരു വിഹിതം എടുത്തു കൊടുത്തൂടെ. അപ്പം നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പാരൻസിനെ, നമ്മളെ നോക്കി വളർത്തിയ രക്ഷിതാക്കൾക്ക് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഓരോ പോക്കറ്റിൽ ഒരു 500 രൂപയെങ്കിലും ഇട്ടിട്ട് കൊടുത്ത് പോരാൻ നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും ഒരാളെടുത്തും ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പം സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന രൂപത്തിൽ ഈ ഒരു വർഷം ഇവിടെ ഇരിക്കുന്ന ഓരോ മുഖങ്ങളും മാറണമെന്ന് ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ഒരു പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. എല്ലാവിധ സപ്പോർട്ടും എൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തുതരാം. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ. എന്ത് സജഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാം. അപ്പം ഈ ഒരു വർഷം നിങ്ങളൊക്കെ ഒരു ഏൺ ചെയ്യുന്ന വനിതകളായിട്ട് മാറട്ടെ എന്നും കൂടെ ആശംസിക്കുകയാണ്. നമുക്ക് ഒരാളെ കൂടെ കേൾക്കാം. അവളെ കേൾക്കാതെ പോയി കഴിഞ്ഞാൽ നഷ്ടമായിരിക്കും എന്ന് തോന്നുന്നു. സുഹൈല, ഒരു ചാൻസ് കൊടുക്കാം. ഹായ് എവരിവൺ, ഹാപ്പി ന്യൂ ഇയർ. ഞാനിപ്പോ സത്യം പറഞ്ഞാല് ഇപ്പൊ ലക്ഷദ്വീപാണ് എനിക്ക് മൈൻഡിൽ കയറിയത് കേട്ടോ. കാരണം എന്താ വെച്ചാല് ഞാൻ മിഷൻ ബോർഡിൽ കാര്യമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. അപ്പൊ വീട്ടിൽ നിന്നിപ്പോ അങ്ങനെ പോവാനൊരു ചാൻസ് ഉണ്ട്. പക്ഷെ ബ്രദറിന് ചെറിയ കുട്ടിയൊക്കെ ആയതുകൊണ്ടേ എനിക്ക് ഇന്നിങ്ങനെ ഡൗട്ടിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ ലക്ഷദ്വീപ് എന്തായാലും ഞാൻ കൺഫേം ആക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ. എന്തായാലും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണമെന്നുണ്ട്. അപ്പൊ എന്തായാലും അതിലൊരു സീറ്റ് എനിക്ക് തന്നെ വേണം. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ഇതില് ആരെങ്കിലും CCയിൽ ചേരാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫിൽ നിങ്ങൾ എടുക്കുന്ന, നിങ്ങൾക്ക് ലൈഫ് എന്താണ്, അതിൽ സന്തോഷം എന്താ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കോഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് തോന്നും അതേപോലെ തന്നെ ആവും ഇതും ഉള്ളത്. ഞാനും അങ്ങനെ ചിന്തിച്ച ഒരാളാണ്. അപ്പോ നിങ്ങളെ ലൈഫിൽ എടുക്കുന്ന ഏറ്റവും നല്ലൊരു തീരുമാനമായിരിക്കും CC എന്നുള്ളത്. നിങ്ങളെ ലൈഫേ മാറും, നിങ്ങളെ ചിന്തകളെ മാറും. നിങ്ങൾ ആ ഒരു എന്താ പറയാ, എങ്ങനെയാണത് പറയേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഞാനാണെങ്കിൽ ടോട്ടലി ചേഞ്ച്ഡ് ആണ്. ഇപ്പോ എന്തൊരു കാര്യം ചെയ്യാനും, ഈവൻ എനിക്ക് ഇന്നലെ എന്റെ വണ്ടി ഒന്ന് ശരിയാക്കാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ബ്രദറിന്റെ അടുത്ത് ഇങ്ങനെ വിളിച്ച് ചോദിച്ചു എവിടേക്കാണ് കൊണ്ടുപോയി കൊടുക്കേണ്ടത്. അവന്റെ ഫ്രണ്ടാണ് നന്നാക്കിയത്. അപ്പൊ ഓനത് എവിടെയെന്ന് പറയുന്ന മുമ്പ് ഞാനത് ഏകദേശം അതിന്റെ ഒരു അടുത്തെത്തിന്. അപ്പൊ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നും അവിടെ ഇല്ലല്ലോ, നാളെ അവന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി. അപ്പൊ ഈ എവിടെയെന്ന് ചോദിച്ചപ്പോ ഞാൻ വീട്ടിലാന്നാണ് അവന്റെ വിചാരം. അപ്പൊ ഞാനിങ്ങനെ അവിടെ ഒതുക്കുങ്ങൽ കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോ എന്നോട് പറയണേ, അപ്പൊ ഈ എന്നോട് ചോദിച്ചിട്ടല്ലേ പോകുന്നത്? ഞാൻ വിചാരിച്ചു ഈ വീട്ടിൽ തന്നെ ഇരിക്കാവും, ഞാൻ പറഞ്ഞിട്ടൊക്കെ കഴിക്കാറ് ഈ അവിടെ നിന്ന് ഇറങ്ങാതെ. ഈ എങ്ങനെ
നീ ഇങ്ങനെ ടോട്ടലി ഒരു മിനിറ്റ് മോനെ ഉണർന്നിട്ടുണ്ട്. ഓ മിച്ചോടുണ്ട് താഴത്ത് പോരെ സാറില്ല. ഇല്ല ഹലോ, മോന് മുകളിൽ നിന്നപ്പോ ഞാനത് ലൈറ്റ് ഓഫ് ആക്കി പോകുന്നേരും പെട്ടെന്ന് ഉണർന്നപ്പോ ഞാൻ എവിടെ വെച്ചിട്ട് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ അവന്റെ അടുത്ത് ദേഷ്യപ്പെടേണ്ട ആളാണ്. ശരിക്കും പറഞ്ഞാല് ഞാൻ അവന്റെ അടുത്ത് ദേഷ്യപ്പെടേണ്ട ആളാണ്. അപ്പോൾ ടോട്ടലി ഞാൻ ആകെ മാറിപ്പോയി എന്നുള്ളതാണ്. ഇവർക്കാണെങ്കിലും സംശയമാണെങ്കിൽ ഇങ്ങനെ ഇത്രയും, കാരണം അത്യാവശ്യം നല്ലൊരു സ്ട്രഗിൾ ടൈമാണ് എൻ്റെ ലൈഫിൽ. അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ കൂളായിട്ട് ഡീൽ ചെയ്യാനും മൊത്തത്തിൽ മാറി എന്നുള്ളതാണ്. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചെന്താ വെച്ചാല് ഞാൻ ഈ സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഞാൻ സംസാരിക്കാത്ത ഒരാളാ. അതായത് ഒരുപാട് പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ പറയൂല. ഈവൻ ഇപ്പൊ ഇന്നലെ ആണെങ്കിൽ പോലും നമ്മുടെ ഗ്രൂപ്പിൽ ഒരാള് ഇന്നലത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ച് ഇവർക്ക് റിപ്ലൈ കൊടുക്കണോ. പിന്നെ വിചാരിച്ച് എന്നെ കൊണ്ട് പറ്റുന്ന, അതായത് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ പറയാം, അങ്ങനെ തന്നെയല്ലേ എനിക്ക് പറയാനുള്ള ഒരു അവസരം വരിക. അപ്പൊ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പറയുമ്പോൾ അതിൽ ഞാൻ ലാസ്റ്റ് ഒരു വോയിസ് ഇട്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇതിൽ എന്തെങ്കിലും ഇൻക്ലൂഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ആർക്കും അത് കൂട്ടിച്ചേർക്കാം എന്നുള്ളത്. അപ്പൊ എന്റെ ആ ഒരു കാര്യങ്ങൾ ഞാൻ തന്നെയല്ലേ പുറത്ത് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ ഞാൻ തന്നെയല്ലേ അത് ശരിയാക്കേണ്ടത്, ഇങ്ങനെ തന്നെയല്ലേ ഇത് ശരിയാവുള്ളൂ എന്നുള്ള രീതിയിൽ അത് ചിന്തിച്ചു. അതിന് പറഞ്ഞു എന്നല്ല, അതിന് എല്ലാവരും അതിനൊരു നല്ലൊരു സപ്പോർട്ട് തന്നു എന്നുള്ളതാണ് എനിക്ക് കൂടുതൽ അതിൽ ഇൻസ്പിറേഷൻ ആയത്. അതായത് നമ്മൾ കുറേ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നില്ലാത്തൊരു വ്യക്തി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിൽ നമുക്ക് തരുന്ന ഒരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര, എന്നെ സംബന്ധിച്ച് ഭയങ്കര എനിക്കൊരു പെട്രോൾ അടിക്കുന്ന ഒരു നമുക്കൊരു ഇതിൽ കിട്ടുന്ന ഒരു ഫീലാണ്. പിന്നെ ഞാൻ ഡ്രസ്സിലാണെങ്കിൽ പോലും ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഭയങ്കര പയ്യത് അങ്ങനെയൊക്കെ തോന്നുന്ന ഡ്രസ്സൊക്കെ മാറ്റി വെച്ച് പുതിയത് ഇടാം, അപ്പൊ പുതിയത് വരും എന്നുള്ളൊരു കൺസെപ്റ്റ്. അതൊക്കെ സ്വയം അറിയൂല അതൊക്കെ എങ്ങനെയാ വന്നത് എന്നുള്ളത്. പുതിയത് ഇടുമ്പോ നമ്മളടുത്തുള്ളതിൽ പുതിയത് ഇടുമ്പോ ഇതിലും പുതിയത് വരും എന്നുള്ളൊരു തോട്ട് വന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഫോർഗീവ് ചെയ്യാൻ പറ്റണോ എന്നുള്ളതാണ്. പെട്ടെന്ന്, അതായത് ഇപ്പൊ നമ്മളെ മൈൻഡിക്ക് നമ്മൾ മനുഷ്യന്മാരാണ്, നെഗറ്റീവ് തോട്ട്സ് കാര്യങ്ങളൊക്കെ വരും. പെട്ടെന്ന് അങ്ങനെ ചേഞ്ച് ആവാനൊന്നും പറ്റൂല. 10-26 കൊല്ലമായിട്ടുള്ള തോട്ട്സും കാര്യങ്ങളും നെഗറ്റീവായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്ന വണ്ടിയാണല്ലോ. അപ്പൊ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മാറാനൊന്നും പറ്റൂല. പക്ഷെ ഇപ്പോഴത്തെ ഒരു ചേഞ്ച് എന്താ വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ മാറി തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നെഗറ്റീവ് തോട്ട് വന്നാലും കുഴപ്പമില്ല, അതിനെന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും, അല്ലെങ്കിൽ അതങ്ങനെ ആയിരിക്കും നടക്കേണ്ടത്, അല്ലെങ്കിൽ അതിൽ കൂടെ ഇന്ന സ്ട്രോങ് ആക്കായിരിക്കും എന്നുള്ള ഒരു രീതിയിലേക്ക് മാറാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊരു ഇവരാരെങ്കിലോട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒന്നിന്റെ ബേസിൽ പറയല്ല, നിങ്ങളെ ലൈഫ് മാറും, അത് ഞങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്. നിങ്ങൾ ഈ എമൗണ്ട് നിങ്ങൾക്ക് ഒരിക്കലും വെറുതെ ആവില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന, എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഇത് എന്തൊരു ഫ്ലോയിലാ സംസാരിക്കുന്നത് പോലും. ഞാൻ ഇങ്ങനത്തെ ഒരു വ്യക്തിയേ അല്ല. ഇപ്പൊ ഇന്നലെ ഞാൻ മാമിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സുകളെ കണ്ടാല് ഹൈഡ് ചെയ്ത് പോകും. അതായത് എനിക്ക് പോലെ സംസാരിക്കണ്ട, പോലെ കാണണ്ട എന്നുള്ള ഞാന് ഇന്നലെ ബൈക്കിൽ എന്റെ ഫ്രണ്ടിനെ കണ്ട് അവരടുത്ത് സംസാരിച്ച് ഓളിനോട് മീറ്റപ്പിന് വരാൻ പറഞ്ഞ് ആ രീതിയിലേക്ക്, മറ്റേത് ഞാൻ പോലെ കണ്ട സ്കിപ്പ് ചെയ്ത് മുങ്ങുന്ന ആളാണ്, ആ രീതിയിലേക്ക് ഞാൻ മാറി. അപ്പൊ എന്തായാലും പറ്റുന്ന എല്ലാരും ജോയിൻ ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ അതേപോലെ സംസാരിക്കും, ഞാൻ ഉള്ളിൽ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾ സംസാരിക്കും, അത് ഷുവറാണ്. താങ്ക് യു സോയില, താങ്ക് യു സോ മച്ച്. സോയില പറയണ്ടായിരുന്നു ബസ് സ്റ്റോപ്പിൽ വെച്ച് കൂട്ടുകാരികളൊക്കെ കാണുമ്പോൾ മുങ്ങിപ്പോകും, അവരെ കണ്ടാ സംസാരിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് മുങ്ങി നടക്കുന്ന സുഹൈലായിരുന്നു. വളരെ വണ്ടർഫുൾ ആയിട്ട് സുഹൈല സംസാരിക്കുന്നുണ്ട്. ഇന്നലെ അവള് കുറെ സന്തോഷം കൊണ്ട് കുറെ വോയിസ് എനിക്ക് അയച്ചപ്പോൾ ഞാൻ അവളോട് പറഞ്ഞൊരു കാര്യം, ആ വോയിസിൽ എന്തോ ഒരു മാജിക് എനിക്ക് ഫീൽ ചെയ്തു. ചില ആളുകളുടെ സംസാരം എങ്ങനെയാണ്, അത് കേൾക്കുമ്പോൾ നമുക്കൊരു കേട്ടിരിക്കാൻ തോന്നും അല്ലെ. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ആ സംസാരം കൊണ്ട് എന്തൊക്കെയോ ചെയ്യാനുണ്ട്, അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞത്. ഈ ഒരു വർഷം കൊണ്ട് തന്നെ അത് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ. ആ ഒരു മോഡലിലേക്ക് നമ്മുടെ പേരിന്റെ കൂടെ നമ്മുടെ ഡെസിഗ്നേഷനും കൂടെ ആഡ് ചെയ്തുകൊണ്ട്
ഈ പുതിയൊരു വർഷം ആ ഒരു മോഡൽ തന്നെ വിഷൻ ബോർഡിൽ എഴുതി വെക്കുക. അതിലേക്ക് തന്നെ ഈ ഒരു വർഷം എത്തട്ടെ എന്നുകൂടെ ആശംസിക്കുകയാണ്. നമ്മുടെ ലൈഫിൽ എടുക്കുന്ന ഒരുപാട് സ്ട്രഗിൾ പീരീഡിലൂടെയാണ് സുഹൈല കടന്നു പോകുന്നതെങ്കിലും അതിനെ ഓവർകം ചെയ്യാൻ പറ്റുക അല്ലെ. എവറിത്തിങ് ഹാപ്പൻ ഫോർ എ ബ്ലെസ്ഡ് റീസൺ എന്നാണ്. സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ എന്തോ ഒരു നല്ലത് അവിടെ ഇപ്പുറത്തുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ നമ്മളെ മൈൻഡ് വിശാലാവണം. അല്ലെങ്കിൽ ആ ചിന്തയൊന്നും വരൂല അല്ലെ. ആ ഒരു ഹൃദയത്തിന്റെ വിശാലത അവർക്കൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ. അത് നിങ്ങളുടെ മനസ്സിൽ എടുക്കുന്ന ഒരു തീരുമാനം കൊണ്ട് മാത്രമാണ് ആ ഒരു മാറ്റങ്ങളും നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ അത് ഇനിയും സുഹൈലയുടെ കേസിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റിലെ അഡ്മിഷൻ എടുത്ത സമയത്ത് ആളുടെ ഭയങ്കര സംശയമായിരുന്നു, കൊടുത്ത പൈസ പോവോന്ന്. ആളെ ജോയിൻ ചെയ്യിപ്പിച്ച ആള് എന്നോട് പറയും, മാം സുഹൈലക്ക് സിറ്റിംഗ് കൊടുക്കും, മാം സുഹൈലക്ക് സിറ്റിംഗ് കൊടുക്കും. ഞാനാണെങ്കിൽ ആ സമയത്ത് തിരക്കിലായിട്ട് സിറ്റിംഗ് അവസാനം നമ്മളെ സെഷന്റെ ആ ഒരു ടൈമിലാണല്ലോ എടുക്കുന്നത്. അപ്പൊ ആ സമയത്ത് കണക്ട് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് വിചാരിക്കുന്നത്. അപ്പം എന്റെ ധാരണയിൽ ഞാൻ ഷഹാനയ്ക്ക് മെസ്സേജ് അയക്കും, അത് സുഹൈല എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ ഷഹാനയ്ക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ ഇത് ഈ പ്രശ്നമുള്ള ആളിതാണെന്നാണ് എന്റെ ധാരണ. പക്ഷെ ഡൗട്ട് മുഴുവൻ കിടക്കുന്ന സുഹൈലക്കായിരുന്നു. ഈ പൈസ കൊടുത്തത് വെറുതാവോ, തട്ടിപ്പാവോ എന്നുള്ള ചിന്തകളിലൂടെ ആയിരുന്നു സുഹൈല കടന്നു പോയത്. ഇന്ന് അവള് പറയുന്നു എന്നെ ചേർത്തി, അതായത് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് റീഫണ്ട് ചോദിച്ചു, എനിക്ക് റീഫണ്ട് കിട്ടുമോ? ഓക്കെ. അപ്പൊ ഇന്ന് അവള് പറയുന്നു അത് തന്നെയാണ് എന്നെ എടുത്ത ഏറ്റവും വലിയൊരു നല്ല തീരുമാനം എന്നുള്ളത്. ഇൻഷാ അല്ലാ അത് നിങ്ങളുടെയൊക്കെ ലൈഫിൽ സംഭവിക്കട്ടെ. നിങ്ങൾക്കൊക്കെ അതുപോലത്തെ ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങൾക്ക് വർഷം പറയാനുണ്ടാവട്ടെ. നിങ്ങളുടെ ലിസ്റ്റ് ഈ ഒരു വർഷം നമുക്കൊരു പ്ലാൻ ഉണ്ട്. ഈ വർഷം ഒരു അവാർഡ് ജേതാവിനെ നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അവാർഡ് സ്വന്തമാക്കാം. നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും ലൈഫിൽ സക്സസ് ചെയ്തിട്ടുള്ളതിന്റെ ഒരു അവാർഡ്, ആ അവാർഡ് നമ്മൾ പ്രഖ്യാപിക്കും. അവാർഡിലേക്ക് നിങ്ങളൊക്കെ അവാർഡ് വാങ്ങിക്കണം. എന്ന് വെച്ചാൽ നമ്മള് പലതരം അവാർഡുകൾ, ബിസിനസ് അച്ചീവർ അവാർഡ്, പിന്നെ വുമൺ എന്റർപ്രണർ അവാർഡ്, ഇങ്ങനെ കുറെ അവാർഡ്സുകളുണ്ട്. പക്ഷെ ലൈഫിൽ സക്സസ് ചെയ്തിട്ടുള്ള, ലൈഫിൽ നമ്മുടെ ജീവിതം മാറ്റിമറിച്ചതിന്റെ ഒരു അവാർഡ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു അവാർഡ് തന്നെ ആയിരിക്കും അല്ലെ. നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു റെക്കഗ്നീഷൻ, ആ അവാർഡ്, ഒരു ഫെയിം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഈ വർഷം സാധിക്കട്ടെ. അതിനുള്ള പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഓരോ ഭാഗത്തും എവിടെയാണ് നിങ്ങളുടെ കുറവുകൾ എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട പണിയാണ്. അത് നാളേക്കൊന്ന് നീട്ടി വെക്കരുത്. കാരണം ഇന്ന് നമുക്ക് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് കുറച്ച് കൂടുതലുള്ള ദിവസം, അത് നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക. നിങ്ങളുടെ കുറവുകൾ എവിടെയാണോ കിടക്കുന്നത് ആ കുറവൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണോ, ഈവൻ ചെറിയൊരു കാര്യത്തിൽ പോലും നിങ്ങളുടെ എല്ലാ കഴിവുകളെയും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. രണ്ട് പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് ഈ കുറവുകളൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം അതങ്ങ് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് വെക്കുക. എന്നിട്ട് ആ പോസിറ്റിവിറ്റിയെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഓരോന്നും ആലോചിക്കാം. അത് ആലോചിച്ച് ആ സ്ട്രെങ്തിനെ മുഴുവനായിട്ട് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഇൻ ചെയ്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് ആ സ്ട്രെങ്ത് മുഴുവൻ എടുക്കുക. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ കഴിവ് കേടിനെ, നിങ്ങളുടെ കുറവുകളെ, നിങ്ങളിൽ ഇഷ്ടമില്ലാത്ത സംഭവത്തിനെ പൂർണ്ണമായിട്ടും പുറത്തേക്ക് വിടുക. ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു 5 ടൈംസ്, ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ അത് കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളുടെ ശക്തിയെ മാക്സിമം നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഉന്മേഷവും ഉഷാറും കിട്ടും. നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് നമ്മുടെ വീക്ക്നെസ്സിലേക്കായിരിക്കും. എനിക്ക് പറ്റില്ലല്ലോ, കഴിയില്ലല്ലോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡൗൺ ആയി പോകുന്നത്. നമുക്ക് ചെയ്യാനൊരു ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ബാക്കിലേക്ക് വലിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം ചെയ്യാനൊരു കഴിവ്, നിങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവിനെ മാക്സിമം നിങ്ങൾ ബൂസ്റ്റപ്പ് ചെയ്യാം. നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ തന്നെയാണ് അത് ഉയർത്തേണ്ടതും. അത് നിങ്ങൾക്കാണ് അറിയാം ഏറ്റവും കൂടുതലായിട്ട് മറ്റുള്ളവരെക്കാളൊക്കെ. അതിന് നിങ്ങൾ തന്നെ അത് ഉഷാറാക്കി ഉന്മേഷത്തോടെ നിങ്ങളുടെ മനസ്സിന് അതിൻ്റെ ഒരു പവർ ഇട്ട് കൊടുക്കുക, എനിക്ക് പറ്റുമെന്നുള്ളത്. അത് വലുതാക്കി എഴുതിയിട്ട് നിങ്ങളുടെ ഒരു മുന്നിൽ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന, നിങ്ങൾ അറിവുകൾ നേടാനിരിക്കുന്ന ടാബിളിൽ, ഒരു ബോർഡിലോ നിങ്ങളുടെ വിഷൻ ബോർഡിലോ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക സ്ട്രെങ്ത്തിനെ. അതുപോലെ നിങ്ങളുടെ ഗോളിനെ നന്നായിട്ട് എഴുതി വെക്കുക, അതിന്റെ പിക്ചേഴ്സ് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് കൃത്യമായിട്ട് ഓരോ ദിവസവും നിങ്ങൾ അത് കണ്ടുകൊണ്ട് നിങ്ങളെ മനസ്സിലേക്ക് അതിന്റെ വിഷ്വലൈസേഷൻ കൊടുത്തുകൊണ്ട് അതിന്റെ അഫർമേഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വർഷം തുടങ്ങാൻ സാധിക്കണം. ഓരോ ദിവസവും നിങ്ങൾ അതിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ഗോളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചാരിറ്റിയെ കുറിച്ച് നിങ്ങൾ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിനെ മെൻഷൻ ചെയ്യാം. നിങ്ങളുടെ യാത്രകൾ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയുടെ ഹാർമണി നിങ്ങൾ മെൻഷൻ ചെയ്യുക. കുടുംബത്തിനോടുകൂടെ സന്തോഷത്തോടെ ജീവിക്കേണ്ട
ഫീച്ചേഴ്സ് നിങ്ങൾ കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് എന്ത് ഡെവലപ്മെന്റ് കൊടുക്കണം, നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം, എവിടെ മെച്ചപ്പെടുത്തണം, ഈ കാര്യങ്ങൾ കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങളുടെ ആരോഗ്യത്തിന് ഇമ്പോർട്ടന്റ് കൊടുക്കുക. ഇതിലൂടെയൊക്കെ നിങ്ങളുടെ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പിനെ ഒക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ഗോളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. ഗോൾ സെറ്റ് ചെയ്യാത്തവരൊക്കെ ഇന്ന് നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോയിന്റെങ്കിലും എഴുതി വെക്കുക. ചുമ്മാ എഴുതി വെക്കെങ്കിലും ചെയ്യുക. എന്നിട്ട് എഴുതി വെച്ചിട്ട് അതിന്റെ പിക്ചർ നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് പിക്ചർ കണ്ടിട്ട് വേണം, നിങ്ങൾ അതിനെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓരോ ദിവസവും തുടങ്ങുന്നതും അവസാനിക്കുന്നതും. രാവിലെ ഉണരുന്ന സമയത്ത് അത് കാണാം, രാത്രി ഉറങ്ങുന്ന സമയത്ത് അത് കാണാം. എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കാം. ഓരോ ദിവസവും പുതിയതാണ് എന്ന് പറഞ്ഞതുപോലെ ഓരോ വർഷവും നമുക്ക് പുതിയതായിട്ട് തുടങ്ങുമ്പോൾ എടുക്കുന്ന ഉഷാറ് ഈ വർഷത്തിൽ ഉടനീളം പിടിച്ചു കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പണിയുണ്ടാവും. ചിലപ്പം നമ്മളെ ഉള്ളിലുള്ള ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മളിങ്ങനെ പുറകിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും. വേണ്ട, ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ഇതൊക്കെ നീ കുറെ പ്രാക്ടീസ് ചെയ്തല്ലേ, ഇനി മതി എന്നൊക്കെ പറഞ്ഞ് പല മോഡിൽ നമ്മളെ പുറകിലേക്ക് വലിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ നമ്മുടെ ഫോർഗീവ്നെസ്സിനെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്ലെൻസിങ് ചെയ്യേണ്ടത്. വേണ്ടാത്ത സംഭവത്തിന് നമ്മൾ ഉള്ളിൽ നിന്ന് എടുത്ത് ഒഴിവാക്കി കളയണം. എന്നിട്ട് വേണ്ട കാര്യത്തിന് മാത്രം കൃത്യമായിട്ട് നിങ്ങൾ അതിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഞാൻ എൻ്റെ 2025 തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഞാൻ നേടിയെടുത്തിട്ടുള്ള ഒരു വർഷമാണ് 2025. 2024 2025 എൻ്റെ ലൈഫിൽ എനിക്ക് ഒഴിച്ചുകൂടാനാവാത്ത വർഷങ്ങളാണെന്ന് പറയാം. എൻ്റെ കരിയറിൽ, എൻ്റെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുള്ളതും എനിക്കൊരു ടീം, എൻ്റെ കമ്പനി ഫോം ചെയ്ത് കമ്പനി ഉണ്ടാക്കുന്നൊക്കെ ഒരു വലിയൊരു ആഗ്രഹം, ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് ഇന്ന് അൽഹംദുലില്ലാ ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ ഒരു വെളിച്ചത്തിന് നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റിയത്. 5 ബാച്ച് കംപ്ലീറ്റ് ചെയ്തു നമ്മളെ CC. അതുപോലെ തന്നെ പ്രീമിയം നമ്മൾ ഫസ്റ്റ് ബാച്ച് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ബാച്ചിന്റെ പ്രീമിയം അനൗൺസ് ചെയ്തതും അതിലേക്ക് അഡ്മിഷൻ എടുത്ത് തുടങ്ങിയതും അതും ഈ ഒരു മന്തിലാണ്, ഈ ഒരു വർഷത്തിലാണ്. അതുപോലെ നമ്മുടെ ക്യാമ്പ് വലിയൊരു സ്റ്റോറിയാണ് എൻ്റെ ക്യാമ്പിന്റെ പുറകിൽ കിടക്കുന്നത്. ആ ക്യാമ്പ് എനിക്ക് 4 ക്യാമ്പുകൾ നമ്മൾ ഈ വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്യാമ്പിലേക്ക് നമ്മൾ അനൗൺസ് ചെയ്യാൻ ഇന്നോ നാളെയായിട്ട് അതിന്റെ അനൗൺസ്മെന്റ് നടക്കും എന്നുള്ള മോഡലിൽ നിൽക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള വർഷമാണ് ഈ ഒരു വർഷം. അതുപോലെ തന്നെ മറ്റൊരുപാട് നേട്ടങ്ങൾ, ഒരുപാട് ആളുകളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിയത്. അതുപോലെ ഞാൻ എഴുതി വെച്ചിട്ടുള്ള ഓരോ ഗോൾസും എനിക്ക് ഏറ്റവും കൂടുതൽ അച്ചീവ് ചെയ്തിട്ടുള്ള വർഷമാണ് 2025. 2026 അതിലേറെ പവർഫുൾ ആവണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ, ആ ഒരു കോൺഫിഡന്റോടുകൂടെയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇൻഷാല്ലാ ആ ഒരു കോൺഫിഡന്റ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഷെയ്മ മാമിനൊക്കെ ഒരുപാട് ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റട്ടെ. ഓരോരുത്തർക്കും ഒരുപാട് ഇവിടെ ഇരിക്കുന്ന എല്ലാ ഷിബില, റൗഹാല, എല്ലാവരുടെ ലൈഫിലും, സുലൈഖ മാമിനും, തനൂജ മാമിനും, ആയിഷ മാമിനും, ഷെമിന മാമിനും ഒക്കെ നിങ്ങളുടെയൊക്കെ ലൈഫില് ഫെമിനയ്ക്ക് ഇത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള ഫെമിനയ്ക്ക് ഇത് ചിലപ്പോൾ ഒരു ടേണിംഗ് പോയിന്റ് ആവാം. ഫെമിനയുടെ ലൈഫിലേക്ക് എടുക്കേണ്ട ഒരു സ്റ്റെപ്പ്, അത് എടുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ ഇങ്ങനെ ഇത്രയും സമയം നിങ്ങൾ ഇവിടെ ഇരുന്നിട്ടുണ്ടാവാം. അത് നിങ്ങളുടെ ലൈഫിൽ എടുക്കാനും ആ ഒരു മാറ്റം കൊണ്ടുവന്ന് നിങ്ങളുടെ ലൈഫിനെ ഈ ഒരു വർഷത്തെ നിങ്ങൾ മാത്രമല്ല മാറാം, നിങ്ങളുടെ കുടുംബം മാറും, നിങ്ങളുടെ ചുറ്റുപാട് മാറും, നിങ്ങളോട് കണക്ട് ചെയ്യുന്ന ഓരോ വ്യക്തികളും ആ ഒരു സന്തോഷം നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ഓരോ മുഖങ്ങളും അനുഭവിക്കുന്ന കഥയാണ്. അത് നിങ്ങൾക്കും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം ഏതായാലും സെലിബ്രേഷൻ ആണല്ലോ. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഗോൾസിനെ എഴുതി വെക്കുക എന്നുള്ളതാണ്. അത് നേടാൻ പറ്റുമെന്നൊരു ആത്മാർത്ഥമായിട്ടുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകളെയും കൂടെ, നിങ്ങളുടെ സ്ട്രെങ്ത്തിനെയും കൂടെ നോട്ട് ചെയ്യണം. ആ സ്ട്രെങ്ത്തിനെ മുഴുവനായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വില മനസ്സിലാവുക. മറ്റേ നമ്മളെ നോക്കുന്ന നമ്മുടെ വിലയില്ലായ്മയിലേക്കും കുറവുകളിലേക്കുമാണ്. അത് നോക്കുന്നതിന് പകരം നിങ്ങളുടെ വിലയിലേക്ക്, നിങ്ങളുടെ വാല്യൂവിലേക്ക്, നിങ്ങളുടെ സ്ട്രെങ്ത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ വില മതിക്കാൻ തോന്നും. ഓക്കെ, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള ഒരു ബൂസ്റ്റിംഗ്, ഈ പറഞ്ഞ പോലെ സോയില നേരത്തെ ഒരു പെട്രോൾ അടിച്ച പോലത്തെ ഒരു ചാർജ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇടക്കിടക്ക് ഈ പെട്രോൾ അടിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് നിങ്ങൾ ആ സ്ട്രെങ്ത്തിനെ തലോടാനും മറക്കരുത്, വിഷൻസിനെ നിങ്ങൾ കാണാൻ മറക്കരുത്. ഈ ഒരു മോഡലിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചാർജിലായിരിക്കും. ഓക്കെ, എനിവേ നല്ലൊരു പാട്ട് എവിടെ നിന്ന് വരും? ആര് പാടും? ശംസിത കരോക്കെ ഇല്ലാത്തൊരു പാട്ട് പാടിക്കേ. രണ്ടുപേരും മോളിട്ട് പോയിക്കോ. ഞാൻ കിച്ചണിൽ കയറി മാം.
പുതിയ ആളുകൾ പാട്ട് പാടുന്നവരാണെങ്കിൽ പാടാട്ടോ, നിങ്ങൾക്ക് അവസരം ഉപയോഗപ്പെടുത്താം. എല്ലാ മാസവും മന്ത് എൻഡിൽ നമുക്ക് സെലിബ്രേഷൻ ആണ്. ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ടാണ് നമ്മൾ സെലിബ്രേഷനെ സംസാരത്തിലൂടെ കൊണ്ടുപോയതും നിങ്ങളുടെ നേട്ടങ്ങളെ കുറിച്ച് സംസാരിച്ചു പോയത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ ഉള്ള ഒരു അവസരമാണ് എല്ലാ മാസവും അവസാനം കേട്ടോ. അപ്പൊ പുതിയ ബാച്ച് പാർട്ടിസിപ്പൻസിന് അത് അറിയണ്ടായിരിക്കില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താം. വിതൗട്ട് ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് എന്തും കാണിക്കാം. ഓക്കെ, സംശീതയുടെ വരികൾ ഇപ്പൊ വരും, വേഗം വരും. ധനുജമ്മൻ പാടില്ലേ പണ്ടത്തെ 2 മാപ്പിളപ്പാട്ടിന്റെ വരി? പറ്റും തോന്നുന്നുണ്ട്. ഷെമീന മാം പിന്നീട് പാടും. പക്ഷെ സൗണ്ട് വെറുതെ പറയാ, എനിക്ക് പാടാനേ അറിയില്ല. ജ്യേഷ്ഠത്തി പാടും. ഏത് ജ്യേഷ്ഠത്തിയാ? ആയിഷ മാം ആണോ? ആയിഷ മാമിന്റെ 2 വരി ഇന്ന് പുതിയ വർഷം. നിങ്ങൾ ഇങ്ങനെ പറയരുത്, നിങ്ങൾ എന്നും ഇങ്ങനെ 2 വരി വരെ. നല്ല വോയിസ് ആണ്, പാടാൻ കഴിവുള്ള വോയിസ് ആണ്. പാട്ട് ആസ്വദിക്കാൻ അറിയും. ഒരു താരാട്ടുപാട്ടായാലും വേണ്ടില്ല, 2 വരി എന്തായാലും വേണ്ടില്ല, ഒന്ന് പാടിയാൽ മതി. നമ്മളെ ഇക്കാക്ക് എവിടെ പോയി? ഇക്കാക്ക് എവിടെ പോയി? പാട്ടുകാരൻ പള്ളി പോയോ? മനാൽ മാം ആരാണ്? ശംസീദയുടെ 2 വരി വേഗം വാ. ബാക്കിയുള്ളവർ ആരെങ്കിലും പാടുന്നുണ്ടെങ്കിൽ പാടാം. സെക്കിന മാം. ഷാന റെഡി, വെരി ഗുഡ്. ഷാന പാടിക്കോ. ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പോയിട്ട കാറ്റിലെ വൈത്തുകൾ മൂളുന്ന കാറ്റിലെ കണ്ടുവോ നീ ആമാരേ ലൈല മജ്നുവിൻ നാട്ടിലെ ബദറുൽ മുനീറിന്റെ ബദറൊളി ഒത്തവനാണവൻ ബദറുൽ മുനീറിന്റെ ചേലിലെ ബദറൊളി ഒത്തവനാണവൻ ബദരീങ്ങളെ പറ്റ നാട്ടിലെ. ബാക്കി അറിയില്ല, ഞാൻ പാടിയില് തന്നെ കൊറേയൊക്കെ ഇന്ത്യയിലായിട്ടുള്ള വേർഡ്സ് കൂട്ടിയേക്കും. നല്ല വോയിസ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങള് പാടുന്ന സമയത്ത് മൈക്ക് സ്പീക്കർ അടുത്ത് പിടിച്ച് പാടാൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെ സൂം മീറ്റ്, ഗൂഗിൾ മീറ്റിലൊക്കെ പകുതി വോയിസ് എടുത്ത് പോകും, ഇങ്ങനെ നമ്മള് ഇങ്ങനെ പോകുന്ന സമയത്ത്. അപ്പം അടുത്ത് പിടിച്ച് പാടാൻ വേണ്ടി ശ്രമിക്കുക. നല്ല വോയിസ്, നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. കുറച്ചും കൂടെ കേൾക്കണമായിരുന്നു. അടുത്ത സെലിബ്രേഷനിൽ നല്ല പാട്ടൊക്കെ പഠിച്ചിട്ട് വന്നോളൂ കേട്ടോ. സ്കില്ലിനെ ഉപയോഗപ്പെടുത്താം. പണ്ടൊക്കെ സ്റ്റേജിൽ കയറിയിട്ട് പാടിയിരിക്കും, പിന്നെയൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ നമ്മൾ അവസരങ്ങൾ കിട്ടാത്തടത്തൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. കഴിവുകളൊക്കെ ഞങ്ങൾ പുറത്ത് കൊണ്ടുവരാം. സംശീത കം ഓൺ. വേറെ ആരാ? ഈ മറിഞ്ഞിരിക്കുന്ന പുതിയ ആൾക്കാർക്കൊക്കെ കഴിവുകൾ ഉണ്ടാവും, നമുക്കറിയില്ല. നിങ്ങൾ പറയാ, പാടാൻ അവസരമുണ്ട്. ഒരു ജഡ്ജ്മെന്റ് ഇല്ല, ആരും നിങ്ങളൊന്നും പറയില്ല. നിങ്ങൾ എന്ത് പാടിയില്ല വേണ്ടില്ല, പാട്ടിന് കഥയായാലും വേണ്ടി ശ്രമിക്കാം, അത്ര പറയാൻ പറ്റുള്ളൂ. അതൊന്നും വിഷയമില്ല. കിച്ചണിലാണ്. ഓക്കെ. ചെമ്പകപ്പൂ തേനിതളതരം ചന്ദിര സുന്ദര പൂമുഖമാതൃപ്പം ഗസലുകൾ തൻ പൊന്നണിഞ്ഞാലയിൽ ആടുന്ന സുലകവിഴി മുഞ്ചായ മുഞ്ചുകൾ അഖിലം കഞ്ചകമേറിയ യൂസുഫ് നബിയിൽ ചെഞ്ചല പൂമിഴി രണ്ടിനൊളി കണ്ട് സുലൈഖബി വലയെറിഞ്ഞേ. സൂപ്പർ, നല്ലൊരു പാട്ട് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. മനോഹരമായ ഒരു ശബ്ദത്തിന് ഉടമയാണ് പാട്ട്. നമ്മൾ തന്നെ മനോഹരമല്ല, നമ്മളിങ്ങനെ വെറുതെ ടൈം പാസിന് ബാത്റൂം സിംഗർ എന്നൊക്കെ പറയുന്ന പോലെ.
അല്ലാ അഹദേ ആരാധ്യനേ, ചൊല്ലിടാം ഞാൻ നിൻ മദ്ഹുകൾ. റാഹിമും നീ റാസിഖും നീ, പാടുന്നിതാ ഞാൻ അപദാനങ്ങൾ. അല്ലാ അഹദേ ആരാധ്യനേ. കടലിലും കരയിലും വിണ്ണിൽ കതിരിടും നിൻ കതിര്, കാണുന്നു നിന്നെ എൻ കണ്ണിൽ. അഹദവനെ നിൻ പൊലിവ്, ആയിരം നാവിനാൽ വാഴ്ത്തിയാലും തീരൂല നിൻ മദ്ഹ്. ആയിരം പുറങ്ങളിൽ രാപ്പകൽ കുറിച്ചാലും തീരുന്നതല്ല നിൻ പോരിശകൾ. അല്ലാ അഹദേ ആരാധ്യനേ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. വണ്ടർഫുൾ, അടിപൊളി. പഴയ കാലത്തേക്ക് ഒന്ന് പോയി അല്ലേ, പണ്ടൊക്കെ സ്കൂൾ പഠിച്ച കാലത്ത് ഇങ്ങനെ പാടിയിരുന്ന പാട്ട്. സുഹൈല ഒരു പാട്ടുണ്ട് തോന്നുന്നു. ആദില, ഫെമിന മാമിനും പാടാം രണ്ടുപേരെ. റൗഹല, എവിടെ പാട്ടുകാര് സിംഗേഴ്സ് ഒക്കെ പുറത്തു വരൂ. സിക്കിന മാം എവിടെ നമ്മള് മറ്റേ പഴയ പാട്ട്? നിങ്ങൾ എങ്ങനെ ബാക്കിലിരുന്നോളെ, ക്യാമറക്ക് പറയില്ല. യെസ്, ഞാൻ പാട്ട് പാടാം. അത് എന്റെ ആ ഒരു പേടിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന തീരുമാനമാണ്. അത് എത്രത്തോളം ശരിയാകുന്നത് എനിക്കറിയില്ല. ഏതായാലും ഞാൻ ശ്രമിച്ചു നോക്കാം. കാരണം ഞാൻ 6ാം ക്ലാസ് നിർത്തിയ പാട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ സ്റ്റേജിൽ കയറിയിട്ടേ ഇല്ല. ഓക്കെ. ഉമ്മാന്റെ കാലടി പാടിലാണ് സ്വർഗം ഓർത്തോളി, ബുദ്ധിമതിയാ മുത്ത് മുഹമ്മദിൻ തൂമൊഴി ഉള്ളിലൊളിച്ചോളി. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ, 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ. ഉമ്മാന്റെ കാലടി പാടിലാണ് സ്വർഗം ഓർത്തോളി. അടിപൊളി, സൂപ്പർ. പതാക ബ്രേക്ക് ചെയ്തില്ലേ? നീ പാടുക. അടുത്ത പരിപാടിക്ക് സൂപ്പർ പാട്ടൊക്കെ പഠിച്ചിട്ട് വരും. മനാൽ മാമിന്റെ പാട്ടോ പ്രസംഗോ എന്തെങ്കിലും ഒരു സാധനം അടുത്ത പ്രോഗ്രാമിൽ മസ്റ്റ് ആണ്. വി ആർ വെയിറ്റിംഗ്. ഒരു 3 മിനിറ്റ് പ്രഭാഷണമായാലും മതി. ആരാ പറഞ്ഞേ? ഓക്കെ. മനാൽ മാമിന്റെ ബാക്കിൽ വേറെ വോയിസ് ഉണ്ടായിരുന്നോ? മൈക്ക് ഓഫ് ആണ്. മൈക്ക് ഓഫ് ആണ് മാം, പറഞ്ഞു കേട്ടില്ല. അതെ, ചെറിയ ആൾക്ക് ഖുർആൻ വെച്ച് കൊടുക്കലുണ്ട് ഞാൻ എണീക്കുമ്പോ. അത് അതിന്റെ ആ വോയിസ് അത് പതുക്കെ ആൾക്കാരെ വെച്ചു കൊടുക്കും. അതിന്റെ ഓക്കെ. ഇനി ആരെങ്കിലും പാടുന്നുണ്ടോ? എനിവൺ? അതില മാം പാടും. വേറെ ആരെങ്കിലും പാടുന്നുണ്ടോ? യെസ്, മാം പാടണം. ഞാൻ പാടാം. നമുക്ക് ഓഫ്ലൈൻ ഇവന്റിൽ പാടാം. വായ്ത്താരികൾ അല്ലേ? ഇൻഷാല്ലാ. വേറെ ആരെങ്കിലും? എനിവൺ? നെക്സ്റ്റ് പ്രോഗ്രാമിൽ വരുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് കഥ പറയുന്നവരാണെങ്കിൽ കഥ, പാട്ട്, ഡാൻസ്, എന്തും നിങ്ങൾക്ക് ഗ്രൂപ്പ് വൈസിലും നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. നിങ്ങളുടെ ബാച്ചിന്റെ ടീം ബേസിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. നമ്മുടെ ബാച്ചിന് ഓരോ ടീം ലീഡേഴ്സിനെ നമുക്ക് സെറ്റ് ചെയ്യണം. ടീം ലീഡേഴ്സ് ആയിരിക്കണം ഇനി നിങ്ങളുടെ ബാച്ചിനെ നയിക്കേണ്ടത്. നിങ്ങളുടെ ബാച്ചിന്റെ മാക്സിമം പ്രോഗ്രാംസുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങളുടെ സെലിബ്രേഷനും അതുപോലെ നിങ്ങൾക്ക് ചർച്ചകളാവാം. ഏതെങ്കിലും ഒരു ടോപ്പിക് ഒക്കെ എടുത്ത് നമുക്ക് ചില ദിവസങ്ങളിൽ ഇതുപോലെ ഒരുമിച്ച് കൂടിയിട്ട് ചർച്ചകൾ കൊണ്ടുവരാം. നമ്മുടെ 5am ക്ലബിലെ ചില ദിവസം നമുക്ക് അങ്ങനെ എടുക്കാം. എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല വിഷയങ്ങൾ, പല സംഭവങ്ങൾ എങ്ങനെ ഒരാൾക്ക് പറയുന്ന ആൻസർ ആയിരിക്കില്ല വേറെ ഒരാൾക്ക് അതിന് പറയാനുള്ള ഒരുപാട് സൊല്യൂഷൻസ് നമുക്ക് കിട്ടും.
അപ്പൊ ആ മോഡില് നമ്മൾ ചില ടോപ്പിക്സിനൊക്കെ എടുത്ത് നമുക്ക് ചർച്ചകൾ കൊണ്ടുവരാം. ഒരു വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ 5am ക്ലബിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ഈ ഒരു പുതിയ വർഷം. അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ ലീഡേഴ്സായി നിന്നുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ തന്നെ നമ്മുടെ ടീമിനെ നയിക്കുന്ന മോഡലിലേക്ക് നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളുടെ പ്ലാറ്റ്ഫോമാണ്, അത് നിങ്ങൾ ഏറ്റവും കളർഫുൾ ആക്കിയിട്ട് മാറ്റാം. റെഡിയാണല്ലോ ആ ഒരു ലീഡർഷിപ്പിൽ നിന്നിട്ട് പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ? യെസ്, ഓക്കെ. അപ്പൊ പുതിയ പുതിയ ഐഡിയാസുകളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ബാച്ച് ഗ്രൂപ്പിൽ നിങ്ങൾ അതൊക്കെ ചർച്ചയ്ക്ക് ഇടുക. എന്നിട്ട് ബാച്ചിൽ ഓരോ ബാച്ച് നമുക്ക് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരുമായിട്ട് ആ ബാച്ചിൽ ഉറങ്ങിക്കിടക്കുന്ന കുറെ ആൾക്കാരുണ്ട് നിങ്ങളെ കൂടെ വന്നവര്, അവരെയും കൂടെ ഒന്ന് തട്ടി ഉണർത്തിയിട്ട് നിങ്ങളെ കൂടെ കൂട്ടുക. ഓക്കെ. എന്നിട്ട് ഈ ഒരു പുതിയ വർഷം എല്ലാവർക്കും ഒരുപോലെ പവർഫുൾ ആക്കി എടുക്കാൻ വേണ്ടി സാധിക്കട്ടെ. ഒരു കൂട്ടമായിട്ട് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു എനർജി വേറെയാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നേടുന്നുണ്ട്. ആ നേടുന്ന സന്തോഷങ്ങളെ നിങ്ങൾ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഓരോ സന്തോഷവും അല്ലെങ്കിൽ വേറൊരാൾ ഷെയർ ചെയ്യുന്ന ഓരോ സന്തോഷവും നിങ്ങളുടെ സന്തോഷമായിട്ട് നിങ്ങൾ കാണണം. അവർ ഷെയർ ചെയ്യുന്ന ഹാപ്പിനെസ്സിനെ നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസ് ആയിട്ട് കണ്ടിട്ട് ഞാനത് നേടി എന്നുള്ള പോലെ ആ ഒരു വൈബ്രേഷനും ഹാപ്പിനെസ്സും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ എനർജി അവിടെ എന്ത് ചെയ്യും? പവർ ആകും. നിങ്ങൾക്ക് കൂടെ ആ ഒരു വൈബ്രേഷൻ കിട്ടും. ആ മോഡലാണ് ഓരോരുത്തരുടെ ഫീഡ്ബാക്കിനെ നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങളും നിങ്ങളുടെ കുഞ്ഞ് ഹാപ്പിനെസ് ആണെങ്കിൽ പോലും നിങ്ങളുടെ ചെറിയ ചെറിയ മാനിഫെസ്റ്റേഷൻ, ഇപ്പം സോയില നേരത്തെ പറഞ്ഞ ആ ഒരു വിഷൻ ബോർഡിൽ എഴുതി വെച്ച സാധനം അപ്പൊ തന്നെ ഇവിടുന്ന് കേട്ടു, കണ്ടില്ലേ? ഇതാണ് മാനിഫെസ്റ്റേഷൻ. അതിയായി നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും എവിടെ നിന്നെങ്കിലും പെട്ടെന്ന് നമുക്ക് അതിന്റെ ഒരു കണക്ഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഈ മോഡലിൽ നിങ്ങൾക്ക് ചെറിയൊരു സംഭവങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളത് ഗ്രൂപ്പിലിടുക. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോകുന്ന സമയത്ത് ഒരു ഉൾവഴിയിലൂടെ പോകുന്നു, മനോഹരമായിട്ടുള്ള ഒരു പൂച്ചെടി കണ്ടു. ഒരു വള്ളിച്ചെടിയാണ്. കുറെ മുന്നേ ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അതിന്റെ ഒരു കമ്പ് കിട്ടണം എന്നുള്ളത്. അപ്പൊ ഇത് പോകുന്ന വഴിയിൽ ഞാൻ അത് 2 വീട്ടിൽ കണ്ടപ്പം എനിക്കൊരു കമ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ എനിക്കത് അവിടെ ഇറങ്ങാനോ ചോദിക്കാനുള്ള സമയം അവിടെ ഉണ്ടായിരുന്നില്ല. ചെടിഭ്രാന്തി എന്നത് എവിടെ കണ്ടാലും എവിടെ ഇറങ്ങും, പോയി വാങ്ങും, കൊണ്ടുവരും, കുഴിച്ചിടും. അതൊരു സ്വഭാവം, അത് ശീലമായി പോയി എന്നുള്ളതാണ്. അപ്പൊ ഞാനത് അവിടെ ഇറങ്ങാൻ എനിക്ക് പറ്റിയില്ല. അപ്പൊ ഞാൻ പോയി വന്നിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ മോളെടുത്ത് പറഞ്ഞു, ഉമ്മാന്റെ അടുത്ത് പറഞ്ഞു, ആ ചെടി ഞാൻ അവിടെ കണ്ടു, എനിക്കത് എങ്ങനെയെങ്കിലും എനിക്കത് അത് കിട്ടണം. ഞാൻ അടുത്ത ദിവസം ഒരു ദിവസം ഞാൻ ആ വഴി ഒന്ന് പോകുന്നുണ്ട്, എന്നിട്ട് ഞാൻ ആ വീട്ടിൽ ചോദിച്ചിട്ട് വാങ്ങുന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു മോളെടുത്ത്. എനിക്കത് വിട്ടുപോരും, എന്റെ കണ്ണിന്ന് മാറിപ്പോകുന്നില്ല. പിറ്റേ ദിവസമാണ് ഞങ്ങള് വെറുതെ അന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് കുളത്തിലേക്ക് പോകുന്ന വഴിയില് ഈ അൺഎക്സ്പെക്ടഡ്ലി വേറെ റൂട്ടിലാണ് പോകുന്നത്. അവിടെ ഒരു വീട്ടിൽ ഈ ചെടി കണ്ടു. സ്പോട്ടിൽ ഞാൻ വണ്ടി നിർത്തി ചോദിച്ചു. ഭയങ്കര സന്തോഷത്തോടെ കുറെ കമ്പ് എനിക്ക് വെട്ടി തന്ന ഞാനിങ്ങനെ പറഞ്ഞപ്പോ ഉമ്മാന്റെ അടുത്ത് ഞാനിത് ഇന്ന് രാവിലെ പോകുന്ന സമയത്ത് വരെ ഞാൻ അങ്ങോട്ട് പോയി എനിക്ക് അതൊക്കെ കിട്ടണം, എന്നിട്ട് ഗേറ്റിന്റെ അവിടെ അങ്ങനെ വെക്കണം എന്നൊക്കെ ഞാൻ അങ്ങനെ വെറുതെ പ്ലാൻ ചെയ്യും. പക്ഷെ എനിക്ക് അത്ര രസമുള്ളൊരു ചെടിയായിരുന്നു അത്. അപ്പൊ അത് കിട്ടി എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ചെറിയ കാര്യങ്ങൾ വരെയും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങളെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നേടിയെടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് നമ്മളെ കൂടുതൽ വലിയ നേട്ടങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള കാരണമാവും. കാരണം ചെറിയൊരു കാര്യം നമ്മൾ കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്, എനിക്കിത് നേടാൻ പറ്റിയല്ലോ, അപ്പൊ നമുക്ക് കൂടുതൽ നേടാനുള്ള ഇനി അടുത്തതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള മോഡിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് മാറും. ഓക്കെ. അപ്പൊ നമുക്ക് വലിയ വലിയ നേട്ടങ്ങളിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഫീൽഡില്, ഈ ഒരു പവറിൽ നിങ്ങൾ നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളെയും മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക. മറ്റുള്ളവർ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന ആഗ്രഹങ്ങൾ നിങ്ങൾ നിങ്ങളതായിട്ട് എടുത്തുകൊണ്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും അത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ കുഞ്ഞു ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും നേടുന്ന ഓരോ നേട്ടങ്ങളെയും നിങ്ങളും സെലിബ്രേറ്റ് ചെയ്യണം. സെലിബ്രേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മാനിഫെസ്റ്റേഷൻ. എന്നാൽ മാത്രമുള്ള മാനിഫെസ്റ്റേഷൻ കൂടുതൽ നമ്മളിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ നേട്ടങ്ങളെയും സെലിബ്രേറ്റ് ചെയ്യുക. എനിക്കിത് കിട്ടി, സന്തോഷിക്കുക, ഹായ് വാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. മറ്റുള്ളവരോട് ഷെയർ ചെയ്യാമെന്ന് പറയുമ്പോൾ എല്ലായിടത്തും പോയി ഷെയർ ചെയ്യുക എന്നുള്ളതല്ല, നമുക്ക് പറ്റുന്ന അനുയോജ്യമായ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യണം. വേറൊരു കാര്യം, അവിടെ ഈ ഒരു ഈഗോ സെൽഫ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. നമ്മൾ എല്ലാ കാര്യവും എല്ലാവരുടെ അടുത്തും പോയിട്ട് പറയുമ്പോൾ അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള, നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം, ആ ഒരു ഈഗോ സെൽഫ് അവിടെ വർക്കാവും. അത് നമ്മളെ ഡൗൺ ആക്കാൻ കാരണമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും പോയിട്ട് പറയരുത്. നമുക്ക് പറ്റുന്ന ഇടങ്ങളിൽ മാത്രം അത് ഷെയർ ചെയ്യാം. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഇല്ലാതെ നിങ്ങളെ സ്വീകരിക്കുന്ന കമ്മ്യൂണിറ്റിയാണ്. എല്ലാവരും ഒരേ മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എന്തും ഓപ്പൺ ആയിട്ട് പറയാം. ആ മോഡിൽ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിനെ ഈ ഒരു വർഷം നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനം, നിങ്ങളുടെ സന്തോഷങ്ങളൊക്കെ പറയാനുള്ള ഒരു കുടുംബമാണ് ഇത്, നിങ്ങളുടെ ഹാപ്പിനെസ്സുകളൊക്കെ ഷെയർ ചെയ്യാനുള്ള, നിങ്ങളുടെ നേട്ടങ്ങളൊക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു കുടുംബമാണ് ഇത് എന്ന് നിങ്ങളുടെ പുറത്തൊക്കെ ഇരിക്കുന്നവരെ, ഒരു ഉമ്മ പറ്റതല്ലെങ്കിൽ പോലും ഒരുമിച്ചുള്ള സഹോദരന്മാരാണ് എന്നുള്ള
സഹോദരന്മാരില്ല, സഹോദരിമാരാണ് എന്ന് കണ്ടിട്ട് നിങ്ങൾ ചേർത്ത് പിടിക്കാം. ഓക്കെ, ആ ഒരു കുടുംബത്തിന്റെ ഐക്യത്തോടെ ഇനി മുതൽ നമ്മുടെ കുടുംബം, നമ്മുടെ ക്ലാരിനിസ്റ്റ് ഫാമിലി മുന്നോട്ടേക്ക് പോകണം. അതാണ് എൻ്റെ ഒരു വലിയ സ്വപ്നമാണ്, ഒരു ഫാമിലി ആയിട്ട് ഇത് കൊണ്ടുപോകണം എന്നുള്ളത്. ആ ഫാമിലിയിലെ ഓരോ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ തീരുമാനിക്കണം എൻ്റെ സഹോദരിനെ സ്നേഹിക്കണം എന്നുള്ളത്, അല്ലെ? അപ്പം നിങ്ങൾ ഓരോരുത്തരും ആ ഒരു തീരുമാനം എടുക്കുക. ഇവരൊക്കെ നിങ്ങളെ ജ്യേഷ്ഠത്തി അനിയത്തിമാരാണ്, അവരെയൊക്കെ നിങ്ങൾ സ്നേഹിക്കാനും ആ ഒരു സെലിബ്രേഷനിലൂടെ, ആ ഒരു കുടുംബത്തിന്റെ ഐക്യത്തിലൂടെ ഈ വർഷം നമ്മുടെ ക്ലാരിനിസ്റ്റ് ഫാമിലി മുന്നോട്ടേക്ക് പോകട്ടെ. നിങ്ങൾ എല്ലാ നേട്ടങ്ങളും നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തുകൊണ്ട് അതിനെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാം. എല്ലാ ദിവസവും വളരെ പവർഫുൾ ആയിട്ട്, ഹാപ്പിനെസ് ആയിട്ട് ഓരോ ദിവസവും നിങ്ങൾ ഇതുപോലെ മനോഹരമായിട്ട് നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോളുകളിലേക്കുള്ള ഓരോ സ്റ്റെപ്പും പവർഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് എടുക്കുക, നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻറ്റോടുകൂടെ സ്ട്രെങ്ത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. ഈ വർഷം വളരെ പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് സംഭവിക്കട്ടെ, വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. വിഷ് യു എ വണ്ടർഫുൾ ഹാപ്പി ന്യൂ ഇയർ. Thank you, ma'am. Thank you so much. Thank you, ma'am. Thank you. Thank you, ma'am. Thank you so Thank you much. so much. Thank you so much. Happy New Year. Year. Thank you, yes. Thank you, Chula. Thank you, ma'am. Thank you, ma'am. വന്നതിന് ഒരുപാട് Thank you, സന്തോഷം. താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കാണാം.